കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേകൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ മലയാള മാസത്തിലെയും ആദ്യത്തെ ബുധനാഴ്ചകളെ മുപ്പട്ട് ബുധനാഴ്ച എന്ന് പറയപ്പെടുന്നു. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമായിട്ടാണ് ആചരിക്കുന്നത്. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ പരമഭക്തനായ കുചേലന് സദ്ഗതി കിട്ടിയ പുണ്യദിനമാണ് കുചേല ദിനം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരുകുല വിദ്യാഭ്യാസം സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നുവല്ലോ. അവിടെ ഭഗവാന്റെ സഹപാഠിയും ആത്മസുഹൃത്തുമായിരുന്നു സുദാമാവ് എന്ന് പറയപ്പെടുന്ന ബ്രാഹ്മണ ബാലൻ. സ്വാഭാവികമായും ഗുരുകുലകാലം കഴിഞ്ഞപ്പോൾ അവർ രണ്ടു വഴിക്കായി. സുദാമാവ് ഗൃഹസ്ഥാശ്രമിയായി മാറി. സാധു ബ്രാഹ്മണനായ അദ്ദേഹം വേദമോതി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഉപജീവനം നടത്തിയിരുന്നത്. കുചേലൻ എന്നാൽ കുലസ്ഥിതമായ, അതായത് മുഷിഞ്ഞ ചേല ഉടുക്കുന്നവൻ എന്നാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സുദാമാവ് എന്നാണ്. ഇപ്രകാരം മുഷിഞ്ഞ ചേല ഉടുക്കുന്നതായത് കൊണ്ടാണ് അദ്ദേഹത്തിന് കുചേലൻ എന്ന പേര് വന്നത്. തൻ്റെ വസ്ത്രത്തോടോ ബാഹ്യരൂപത്തോടോ അദ്ദേഹത്തിന് യാതൊരു പ്രതിപത്തിയും ഇല്ലായിരുന്നു. എന്നാൽ കൊടിയ ദാരിദ്ര്യത്തിൻ്റെ പരമകാഷ്ഠയിലായിരുന്നു കുചേല ബ്രാഹ്മണൻ്റെ കുടുംബം. കനത്ത ദാരിദ്ര്യം കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ സുദാമാവിൻ്റെ ധർമ്മപത്നി പത്നിയെക്കുറിച്ച് നിത്യവും പരാതി പറയാനായിട്ട് തുടങ്ങി. ആത്മസുഹൃത്തായ ശ്രീകൃഷ്ണ ഭഗവാനെ നേരിൽ കണ്ട് സങ്കടം ഉണർത്തിച്ചൂടെ എന്ന് ഭർത്താവിനോട് ചോദിച്ചു. പ്രകാരം ധർമ്മപത്നിയുടെ പരിദേവനം സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ നമ്മുടെ കുചേലൻ ചിരകാല സുഹൃത്തും സഹപാഠിയുമായ ഭഗവാൻ ശ്രീകൃഷ്ണനെ നേരിൽ കാണാനായി യാത്രയായി. ആത്മസുഹൃത്തിനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കയ്യിൽ കരുതണമല്ലോ. പരമദരിദ്രനായ കുചേലൻ്റെ കയ്യിൽ എന്താ ഉള്ളത് കൊണ്ടുപോകാനായിട്ട്? അദ്ദേഹത്തിൻ്റെ പത്നി അന്ന് അദ്ദേഹം ഭിക്ഷ അയച്ച് കൊണ്ടുവന്ന ശകലം നെല്ലുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഉരലിടിച്ച് ശകലം അവിലാക്കി അതൊരു കുഞ്ഞ് കിഴിയിലാക്കി ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. ഭഗവാന് കൊടുക്കാനായിട്ടാണ്. കുചേലൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ച് നടന്നു. വളരെ ക്ഷീണിച്ച് വെച്ചാണ് അദ്ദേഹം നടന്ന് ദ്വാരകയിലോട്ട് എത്തുന്നത്. അവിടെയാകട്ടെ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണിയോടൊപ്പം ആട്ടുകട്ടിലിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ദൂരെ നിന്ന് തന്നെ തൻ്റെ ആത്മസുഹൃത്തായ കുചേലൻ നടന്നു വരുന്നത് കണ്ടു. പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം പത്നി സമേതനായി ഓടി കൊട്ടാരത്തിൻ്റെ വാതിൽക്കലെത്തി തൻ്റെ ആത്മസുഹൃത്തിനെ സ്വീകരിച്ച് അകത്തേക്ക് ആനയിച്ചു. നേരിൽ കണ്ട മാത്രയിൽ ആത്മസുഹൃത്തിനെ ആദ്യം ഭഗവാൻ മാറോട് ചേർത്ത് ആശ്ലേഷിക്കുകയാണ് ഉണ്ടായത്. അത്രമാത്രം സ്നേഹമായിരുന്നു അവർ തമ്മിൽ. അപ്രകാരം ഭഗവാൻ സ്നേഹ ഉപചാരങ്ങളോടെ സുദാമാവിനെ സ്വീകരിച്ച് ആനയിച്ച് ഒരു സിംഹാസനത്തിലൊക്കെ ഇരുത്തി. എന്നിട്ട് കുശലപ്രശ്നം തുടങ്ങി. പണ്ട് ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് വിറക് വെട്ടാൻ പോയതും മഴ നനഞ്ഞതും അപ്രകാരമുള്ള ഒരുപാട് കഥകൾ അവർ പരസ്പരം പങ്കുവച്ചു. ഒടുവിൽ ഭഗവാൻ ചോദിച്ചു, എനിക്കായിട്ട് എന്താ കൊണ്ടുവന്നത് എന്ന്. തൻ്റെ മുഷിഞ്ഞ കോന്തലത്തുമ്പിലിരിക്കുന്ന ആ അവിൽപ്പൊതി കാണിക്കുവാൻ മടി തോന്നിയ സുദാമാവ് അപ്പോഴും നാണിച്ചു വെറുതെ ഇരുന്നതേയുള്ളൂ, പറഞ്ഞില്ല കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോഴേക്കും ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ തന്നെ കുചേലൻ്റെ ആ അവിൽപ്പൊതി ഫലമായി തപ്പിയെടുത്തു. എന്നിട്ട് അവിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പിടി അവൽ അങ്ങോട്ട് കഴിച്ചു. അടുത്ത പിടി എടുക്കാനായിട്ട് തുനിഞ്ഞപ്പോൾ ദേവി രുക്മിണി അത് വിലക്കി. കാരണം ഭഗവാൻ ഒന്നാമത്തെ പിടി അവൽ തന്നെ കഴിച്ചപ്പോൾ സുദാമാവിൻ്റെ ദാരിദ്ര്യം നീങ്ങിയിരുന്നു. അത് മനസ്സിലാക്കിയ കൊണ്ടാണ് നമ്മുടെ മഹാലക്ഷ്മി കൂടിയായ രുക്മിണി ദേവി തടഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഗൃഹം മാത്രമല്ല, ആ ഗ്രാമം തന്നെ ഐശ്വര്യസമൃദ്ധമായി തീർന്നു. ഇത് ലക്ഷ്മി ദേവിയായ രുക്മിണിക്ക് അറിയാമല്ലോ. അതിനാലാണ് രണ്ടാമത്തെ ഒരു പിടി അവൽ കഴിപ്പിക്കാതിരുന്നത്. അമിതമായ സമ്പത്ത് കാരണം സുദാമാവിന് അഹങ്കാരം ഉണ്ടാകരുതല്ലോ. എന്ന സദ് ഉദ്ദേശത്തോടെയാണ് ദേവി ആ പ്രവൃത്തി ചെയ്തത്.
ഭഗവാന് ഏറെ പ്രിയപ്പെട്ട ആ അവിൽ മഹാലക്ഷ്മി ദ്വാരക മുഴുവനും വിതരണം ചെയ്തു. ആത്മസുഹൃത്തിനെ നേരിൽ കണ്ട് സന്തോഷാധിക്യത്താൽ വേദനകളെല്ലാം മറന്ന സുദാമാവ് ഒരു ദിവസം ദ്വാരകയിൽ താമസിച്ചു. തൻ്റെ സങ്കടമൊന്നും ഉണർത്തിക്കാതെ തന്നെ തിരികെ യാത്രയായി. ഗ്രാമത്തിലെത്തിയപ്പോഴാണ് സുദാമാവ് ഭഗവാൻ തനിക്ക് ഏകിയ അനുഗ്രഹം തിരിച്ചറിഞ്ഞത്. ഇനി ഈ വർഷത്തെ കുചേല ദിനത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. കുചേല ദിനമായ നാളെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അവിൽക്കിഴി അതല്ലെങ്കിൽ കുറച്ച് അവിൽ നിവേദിച്ച് പ്രാർത്ഥിക്കുക. അത് നമുക്ക് സമ്പൽ സമൃദ്ധി നൽകുന്നതാണ്. ഭൂലോക വൈകുണ്ഠമായ നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ സാന്നിധിയിൽ പോയി പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ അതിൽ പരം വിശേഷമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല നാളെ. ഈ ദിവസത്തെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം തന്നെ സൗഭാഗ്യവും ഒപ്പം ധനസമൃദ്ധിയും സമാധാനവും ഐശ്വര്യവും ഒക്കെ സമ്മാനിക്കുമെന്നാണ് വിശ്വാസം. അപ്രകാരം അമ്പലങ്ങളിൽ പോകാൻ സാധിക്കാത്തവർ നമ്മുടെ പൂജാമുറിയിൽ വിളക്കിൻ്റെ മുൻപിൽ 2 നേരം, അതായത് രാവിലെയും വൈകിട്ടും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരമെങ്കിലും ഒരു ശകലം അവിൽ നിവേദിച്ച് ഭഗവാനെ ധ്യാനിക്കുക. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രത്തിൻ്റെ മുൻപിൽ അവിൽ നിവേദ്യം വെച്ച് ഭഗവാനെ ഭക്തി പുരസരം പ്രാർത്ഥിക്കുക. ഭഗവാൻ നമുക്ക് വേണ്ടതെല്ലാം തന്നോളും, ഒന്നും ചോദിക്കണമെന്നില്ല. നമ്മൾ ഈ അവിൽ നിവേദ്യം വെച്ചിട്ട് മനസ്സുകൊണ്ട് ഭഗവാനെ ധ്യാനിക്കുക. പറ്റുന്ന ശ്ലോകങ്ങളെല്ലാം ഉരുവിടുക. ഓം നമോ നാരായണായ. ഈ ശ്ലോകം പറ്റുമെങ്കിൽ 108 തവണ ജപിക്കുക, അതല്ലെങ്കിൽ 18 തവണയെങ്കിലും ജപിക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്തുതികൾ, സ്തോത്രങ്ങൾ, ശ്ലോകങ്ങൾ, വിഷ്ണു സഹസ്രനാമം തുടങ്ങിയവയും നമുക്ക് വിളക്കിൻ്റെ മുൻപിൽ പാരായണം ചെയ്യാവുന്നതാണ്. ഇപ്രകാരം അവിൽ നിവേദിച്ച് ഭഗവത് നാമം ജപിക്കുന്നത് നമുക്ക് വീടുകളിൽ വളരെയധികം ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നു, ഒപ്പം സമ്പൽ സമൃദ്ധിയെയും പ്രദാനം ചെയ്യുന്നു. കുചേല ദിനത്തിൻ്റെ പ്രത്യേകത തന്നെ ഇത് തന്നെയാണ്. കുചേലന് സദ്ഗതി കിട്ടിയ പുണ്യദിനമാണല്ലോ. ഭാഗവതം പാരായണം ചെയ്യുന്നവർക്ക് ദശമസ്കന്ധം പാരായണം ചെയ്യാവുന്നതാണ്. അതായത് ഭാഗവതം ദശമസ്കന്ധത്തിലെ കുചേലോപാഖ്യാനത്തിലാണ് കുചേലൻ്റെ കഥയുള്ളത്. അതിനാലാണ് ദശമസ്കന്ധം പാരായണം ചെയ്യാൻ പറയുന്നത്. എന്നും ചെയ്യുന്നത് പോലെ തന്നെ ഭഗവാന് ഒരു തുളസിക്കതിർ വയ്ക്കാൻ മറക്കരുത്. രാവിലെയാണെങ്കിലും വൈകിട്ടാണെങ്കിലും നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ഭഗവാന്റെ ചിത്രത്തിൽ ഒരു തുളസിക്കതിർ വെക്കേണ്ടതാണ്. അത് നമുക്ക് സർവ്വവിധമായ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്നു. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും. പ്രകാരം എന്നും ഒരു തുളസിയെങ്കിലും ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ വയ്ക്കുന്നവർ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഹരേ കൃഷ്ണ. ഈ കുചേല ദിനത്തിൽ നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.